നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ചെയ്ത കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണും. അടുത്ത ബേസ്മെന്റ് ഫ്ലോർ വരുന്ന കേസിലുള്ളതാണ്. അത് നമുക്ക് ഈ ഒരു സാഹചര്യത്തിലില്ല, ഒഴിവാക്കുന്നുണ്ട്. പ്രൊപ്പോസ്ഡ് ആക്സസറി ബിൽഡിംഗ് വരുന്നില്ല, അത് ഒഴിവാക്കി. റോഡ് വൈഡനിങ് വരുന്നില്ല, ഇത് ഒഴിവാക്കി പോകണമെന്നല്ല, ഇത് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ റൈറ്റ് സൈഡിൽ ഒരു സംഭവം കൂടി ഉണ്ട്, നോക്കണം കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്യണം. എക്സിസ്റ്റിംഗ് ആക്സസറി ബിൽഡിംഗ് വരുന്നത് ഇവിടെയാണ്. അപ്പം അതുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്തു പോകണ്ട. ഇത് ഒറ്റ ബോക്സ് ആണ്, ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ആരും ചെയ്യാതെ പോകരുത്. അടുത്ത സ്പ്ലേ മാർക്കിംഗ് ആണ്. അതിന്റെ റൈറ്റ് സൈഡിലും വരുന്നുണ്ട് അർബൻ ഫോറസ്ട്രി എന്ന് പറഞ്ഞിട്ട്. ഇത് പലരും ഈ ലെയർ ഇതിൽ ഇല്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലെയർ ഡ്രോയിങ്ങിൽ കാണുന്നില്ല എന്ന് വരെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കാര്യം ഇതാണ്. നമ്മളുടെ പുതിയ ബിൽഡിംഗ് റൂൾ ഇറങ്ങിയ സമയത്ത് തന്നെ കൃത്യമായിട്ട് പറയുന്നതാണ്. പക്ഷേ നമുക്ക് അതൊന്നും ഇത്രയും കാലം ആരും കൊടുത്തിരുന്നില്ല എന്ന് മാത്രം. എന്തായാലും ബിൽഡിംഗ് റൂളിൽ പറയുന്ന കാര്യം ആയതുകൊണ്ട് 1 മീറ്റർ × 1.5 താൽക്കാലികമായി ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. ക്ലോസ്ഡ് പോളിലൈൻ ആയിരിക്കണം. ഈ ലെയർ വെച്ച് മാച്ച് ചെയ്യാം. അത് ശരിക്കും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു റൂളാണ്. അതിന് കൃത്യമായിട്ട് ഇത്ര എണ്ണം എന്നുള്ളതൊക്കെ ഭാവിയിൽ വരുന്നുണ്ടായിരിക്കും. ഇപ്പൊ നിലവിൽ നമ്മൾ ഒന്നെങ്കിലും കാണിക്കട്ടെ. അപ്പോൾ ആ ലെയർ നമ്മൾ സൈറ്റിൽ ഞാനിവിടെ ഓൾറെഡി റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. ആദ്യം വരച്ചത്, അതുകൊണ്ട് ഇനി എറർ വരണ്ട, ഒന്നുകൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലെയർ വെച്ച് മാച്ച് ചെയ്യാം. മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ട. എക്സിസ്റ്റിംഗ് ആക്സസറി ബിൽഡിംഗ്, അതുപോലെ അർബൻ ഫോറസ്ട്രി എന്ന് പറഞ്ഞ ലെയർ ഈ കാണാത്തൊരു ഏരിയ, ശ്രദ്ധിക്കപ്പെടാത്തൊരു ഏരിയയിലാണ് കിടക്കുന്നത്. അപ്പോൾ ആരും അത് അറിയാതെ പോകരുത്. സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ട്രീസ് ആഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ എറേഴ്സ് നിർബന്ധമായിട്ടും വരും കേട്ടോ. അടുത്തത് ചെക്സ് ടു മാൻഡേറ്ററി ഓപ്പൺ സ്പേസ്. ഇതിപ്പോൾ എനിക്ക് 1-2 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു എറർ എന്ത് ചെയ്തിട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെന്താ സംഭവിച്ചാൽ നമുക്കറിയാം, നമ്മുടെ മാൻഡേറ്ററി ഓപ്പൺ സ്പേസിന്റെ 50% മാത്രമേ പാർക്കിംഗ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മളുടെ യാർഡ്സിലൊക്കെ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ യാർഡ്സിൽ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 50% കൂടുതൽ വരുന്നുണ്ടോ എന്നുള്ളത് അറിയാനാണ് ഇങ്ങനെ ഒരു ലെയർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ നിലവിൽ ഈ ലെയർ വർക്കിംഗ് അല്ല. ഞാൻ പലരോടും പറഞ്ഞു മടുത്തതാണ്. ഈ ചോദിച്ച ആളുകൾ തന്നെ പിന്നെയും ചോദിക്കുന്നുണ്ട്. നിലവിൽ ഈ ലെയർ വർക്കിംഗ് അല്ല, ഇത് അപ്ഡേഷന് ശേഷം റെഡി ആവും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ തൽക്കാലം സൈറ്റ് പ്ലാനിൽ ഇങ്ങനെ പാർക്കിങ്ങിന്റെ ഒരു മാൻഡേറ്ററി ഓപ്പൺ സ്പേസ് കണക്കാക്കാനുള്ള ലെയർ തൽക്കാലം ചെയ്യണ്ട, അത് ഒഴിവാക്കാം. അടുത്തത് ഹസാർഡസ് ഓക്യുപ്പൻസിന്റെ കാര്യമാണ്, നമുക്ക് ആവശ്യമില്ല. ഇതാ 4 ഫ്ലോർസ് ആക്സസിബിൾ ഇൻഡിപെൻഡന്റ്ലി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് അല്ല കേട്ടോ. അതൊക്കെ റെഡി ആയി വരുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങൾ പറയാം. ഇപ്പൊ നമുക്ക് ആവശ്യമില്ലാത്തതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്. അടുത്തത് റോഡ്സ് മാർക്ക് ചെയ്യാനാണ്. നമുക്കിവിടെ വരുന്നത് പ്രൈവറ്റ് റോഡാണ്. അപ്പോൾ നമ്മൾ റോഡ് 1 നോട്ട് നോട്ടിഫൈഡ് റോഡ് ആണ് മാച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. റോഡ് 1ന്റെ ലെയർ വെച്ചിട്ട് പോളി ലൈൻ ഉപയോഗിച്ചിട്ട് റോഡിന്റെ സൈഡിലെ ലൈൻ വരയ്ക്കുക. കറക്റ്റ് ലെയർ മാച്ച് ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, അത് അത്രേ ഉള്ളൂ. അടുത്തത് നമ്മൾ സൈറ്റ് പ്ലാനിൽ ഓപ്പൺ വെല്ല്, വേസ്റ്റ് ഡിസ്പോസൽ ഫെസിലിറ്റി, സെപ്റ്റിക് ടാങ്ക് അതുപോലുള്ള സംഭവങ്ങൾ മാർക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മളുടെ സെപ്റ്റിക് ടാങ്ക്, പ്രപ്പോസ്ഡ് സെപ്റ്റിക് ടാങ്ക് ഒന്ന് റെക്ടാങ്കിൾ വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്, വരച്ചിട്ടുണ്ട്. അടുത്ത് വേസ്റ്റ് ബിറ്റ് വരച്ചിട്ടുണ്ട്. റെയിൻ വാട്ടർ ടാങ്ക് വരയ്ക്കുന്നുണ്ട്. പെർക്കുലേഷൻ ബിറ്റ് വരയ്ക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് എക്സിസ്റ്റിംഗ് സെപ്റ്റിക് ടാങ്കും എക്സിസ്റ്റിംഗ് വേസ്റ്റ് ബിറ്റും വരുന്നുണ്ട്. അപ്പോൾ അതും കൃത്യമായിട്ട് ക്ലോസ്ഡ് പോളിലൈൻ ഉപയോഗിച്ച് വരയ്ക്കട്ടോ. എക്സിസ്റ്റിംഗ് വെല്ല് സർക്കിൾ ഉപയോഗിച്ച് അതും വരച്ചു. ഇനി നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. എക്സിസ്റ്റിംഗ് ഓപ്പൺ വെൽ മാച്ച് ചെയ്ത് കൊടുത്തു. വേസ്റ്റ് ഡിസ്പോസൽ ഫെസിലിറ്റി എക്സിസ്റ്റിംഗ് മാച്ച് ചെയ്ത് കൊടുത്തു. സെപ്റ്റിക് ടാങ്ക് എക്സിസ്റ്റിംഗ് മാച്ച് ചെയ്ത് കൊടുത്തു. ഇനി വേസ്റ്റ് ഡിസ്പോസൽ പ്രപ്പോസ്ഡ് മാച്ച് ചെയ്ത് കൊടുക്കുക.
അടുത്ത അടുത്ത സെപ്റ്റിക് ടാങ്ക് പ്രപ്പോസൽ ചെയ്ത് കൊടുക്കാം. ഒഴിവാക്കുക. ഇനി നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും പെർക്കുലേഷൻ പിറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി മാച്ച് ചെയ്യാറുണ്ട് കേട്ടോ. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് മാച്ച് ചെയ്ത് കൊടുക്കുക. പെർക്കുലേഷൻ പിറ്റ് മാച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഓപ്പൺ വെല്ല് വേണമെങ്കിൽ പെർക്കുലേഷൻ പിറ്റിന്റെ ലെയറിൽ മാച്ച് ചെയ്യാം കേട്ടോ. ഓപ്പൺ വെല്ല് ഒന്ന് കിടന്നോട്ട് അതിന് മുകളിലൂടെ ഒരു സർക്കിളും കൂടി കൊണ്ടുവന്നിട്ടിട്ട് ഓപ്പൺ വെല്ല് നമുക്ക് പെർക്കുലേഷൻ പിറ്റായിട്ട് കാണിക്കാമെന്ന് ബിൽഡിംഗ് റൂളിൽ പറയുന്നുണ്ട്. ഓപ്പൺ വെല്ല് അതുപോലെ കുളങ്ങളൊക്കെ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് കാണിക്കാം കേട്ടോ. ഓക്കെ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമ്മൾ കപ്പാസിറ്റി കാണിക്കാനുണ്ട്. 4000 ലിറ്ററാണ് നമുക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കവേർഡ് ഏരിയ വെച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കപ്പാസിറ്റി 4000 ലിറ്ററാണ്. 4000 കാണിച്ചിട്ടുണ്ട്, ഒഴിവാക്കാം. അടുത്ത ഇതൊക്കെ നമുക്ക് പൊല്യൂഷൻ്റെ ഒക്കെ ആവശ്യമുള്ള സാഹചര്യം 5000 സ്ക്വയറിന്റെ മുകളിൽ കൊമേഴ്ഷ്യലിന്റെ ഒക്കെ ഏരിയ വരുമ്പോഴേ ഇതിൻ്റെ ഒക്കെ ഒരു ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആവശ്യമുള്ള സാഹചര്യത്തിൽ ചെയ്യാം. ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻ വരുന്നില്ല, അത് വരുന്നുണ്ടെങ്കിൽ വരയ്ക്കുക. അതിന്റെ വോൾട്ടേജ് എത്രയെന്നുള്ളത് കാണിക്കുക ടെക്സ്റ്റായിട്ട്. അതേപോലെ ഹൊറിസോണ്ടൽ ക്ലിയറൻസ് ഡയമെൻഷൻ ആയിട്ടും മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ സൈറ്റ് പ്ലാനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, കംപ്ലീറ്റ് ആയി. അടുത്ത ഇത് സർവീസ് പ്ലാനിൽ നമുക്ക് LPG പൈപ്പ്ഡ് ഗ്യാസ് സിസ്റ്റം, LPG ആർട്ടിക്കുലേറ്റഡ് സിസ്റ്റം, ഇതൊക്കെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ആവശ്യമില്ല. ഞാൻ പറഞ്ഞതിലും പല ടൈപ്പ് ഓക്യുപ്പൻസിയും ഈ ഒരു ഡ്രോയിങ് വെച്ചിട്ട് തന്നെ മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനുള്ള കാര്യങ്ങൾ ഇതിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ള സാഹചര്യത്തിൽ ചെയ്ത് കൊടുക്കുക. അടുത്ത പാർക്കിംഗ് പ്ലാനിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ പാർക്കിംഗ് സ്ലോട്ടൊക്കെ ഒന്ന് റെക്ടാങ്കിൾ ഉപയോഗിച്ച് വരച്ചു കൊടുക്കട്ടോ. ഇത് നോർമൽ കാർ പാർക്കിങ്, നമ്മളെ DA പാർക്കിങ്, പിന്നെ സ്കൂട്ടർ പാർക്കിംഗ് അല്ല, 2 വീലർ പാർക്കിംഗ് എന്നാണ് പറയേണ്ടത്. സ്കൂട്ടർ മാത്രമല്ല, ബിൽഡിംഗ് റൂളിൽ സൈക്കിളിന്റെ കാര്യം പറയണ്ടട്ടാ. പലരും ടെക്സ്റ്റ് സ്കൂട്ടർ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കൃത്യമായിട്ട് വരയ്ക്കുക. ആദ്യം പാർക്കിംഗ് സ്ലോട്ടാണ് കാണിക്കാനുള്ളത്. നമ്മുടെ DA പാർക്കിംഗ് ഈ ഒരു സ്ലോട്ട് ഉപയോഗിച്ച് വരയ്ക്കേണ്ട കേട്ടോ. DA പാർക്കിംഗ് വേറെ തന്നെ പറയുന്നുണ്ട്. അടുത്തത് 2 വീലർ പാർക്കിംഗ് ആണ്. ഈ മൂന്നാമത്തതാണ് നമ്മളുടെ ലോഡിംഗ് ആൻഡ് അൺലോഡിങ്. ഇതും പലർക്കും അറിയണ്ടാവില്ല. സ്ഥിരമായിട്ട് ഡ്രോയിങ് ചെയ്തിരുന്നവർക്ക്, മുമ്പൊക്കെ ഡ്രോയിങ് ചെയ്തിരുന്നവർക്ക് അറിയണ്ടാവും. നമ്മുടെ ഫ്ലോർ ഏരിയ 700 m² മുകളിലേക്ക് വരികയാണെങ്കിൽ ഓരോ 1000 m² അതിന്റെ ഭാഗത്തിനും ഒരു ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്പേസ് കാണിക്കണം. അതായത് 30 m². ഒരു ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 m² ആണ് അതിന്റെ സ്പേസ്. അതായത് ഇപ്പൊ 701 m² ആണ് ഫ്ലോർ ഏരിയ വരുന്നുണ്ടെങ്കിൽ കൂടിയും 701 ആണെങ്കിൽ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ 1000 m² അതിന്റെ ഭാഗത്തിനും 700 കവിഞ്ഞാല് പിന്നെ കിടക്കുന്ന 1 അടുത്ത 1000ന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ നിർബന്ധമായും 30 m² കാണിച്ചിരിക്കണം. അതുപോലെ 1700 കടന്നാല് നമുക്ക് ഈ പറഞ്ഞ 701 എന്നുള്ളത് 1700 വരെ പോവാം. ഫസ്റ്റത്തെ 700 കഴിച്ചാൽ ബാക്കി 1000. 1701 ആയാലും രണ്ടാമത്തെ 30 m² നമ്മൾ കാണിക്കണം. അപ്പോൾ അങ്ങനെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് വരുന്ന സാഹചര്യത്തിൽ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ മെക്കാനിക്കൽ പാർക്കിംഗ് ഒന്നും നമുക്ക് വരുന്നില്ല, അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അടുത്ത് DA പാർക്കിംഗ് കേട്ടോ, അത് കൃത്യമായിട്ട് മാച്ച് ചെയ്യാം. അത് മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഡയമെൻഷൻ, അതായത് മെയിൻ എൻട്രൻസിക്ക് അവർക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് ഒരു ഡയമെൻഷൻ ആയിട്ട് കാണിക്കാൻ പറയുന്നുണ്ട്. ഞാനിവിടെ ഒരു ഡയമെൻഷൻ കൊടുക്കുന്നുണ്ട്. ഡയമെൻഷൻ കൊടുത്തതിന് ശേഷം അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത ഇലക്ട്രിക്കൽ വെഹിക്കിൾ റീചാർജിങ് പോയിന്റ്. ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന്റെ റീചാർജിങ് പോയിന്റ് നമ്മൾ റെക്ടാങ്കിൾ ആയിട്ട് വരയ്ക്കുക. കൃത്യമായിട്ട് ആ ലെയർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പാർക്കിംഗ് പ്ലാനിൽ ചെയ്യേണ്ട കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ഫ്ലോർ പ്ലാൻസിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ കേട്ടോ. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബിൽട്ടപ്പ് ഏരിയന്റെ ലൈന് നമ്മൾ ആദ്യം പറഞ്ഞു, സൈറ്റ് പ്ലാനിൽ നമ്മളൊരു ഫുട് പ്രിന്റിന്റെ ലൈന് കൊണ്ടുവന്നിട്ടത് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വരച്ചിട്ടാണ്. ആ വരച്ച ലൈൻ ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട്. അതേ ലൈൻ തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ ഒക്കെ സെയിം ആയി വരുന്ന സാഹചര്യത്തിൽ അതേ ലൈൻ തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്കും സെക്കൻഡ് ഫ്ലോറിലേക്കും കോപ്പി ചെയ്തിടാം. വേണമെങ്കിൽ ഒരെണ്ണം കൂടി കൂടുതൽ വെച്ചു, കാരണം നമുക്ക് ഫുട് പ്രിന്റിന്റെ ലൈനും മാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അതുപോലെ ഒരു കോപ്പിയും കൂടെ എടുത്തിട്ട് നമ്മൾ തേർഡ് ഫ്ലോറിൽ, അതായത് ടെറസ് ഫ്ലോർ ആയിട്ട് കാണിച്ച പ്ലാനിലും കൊണ്ടുവന്ന് കേട്ടോ. ഇതിന് നമുക്ക് ഇതൊക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കട്ടോ. സ്റ്റെയർ ക്യാബിന്റെ ലൈന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോർഡർ കൊടുത്ത് ചെയ്താൽ മതി. ഞാനിവിടെ തൽക്കാലം ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ബോർഡർ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ എറർ വരുന്ന ഒഴിവായി കിട്ടും. ഒന്നുമില്ല, ബോർഡർ കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ ലൈന് വരച്ച് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഇവിടെ വരെ ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട്, അതായത് ഇവിടെ വരെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് സെയിം ലൈനിലൂടെ തന്നെ പാസ് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം ട്രിം ചെയ്ത് കൊടുക്കുക. ഇത്ര നിർത്തുക, ഇത്രയും നിർത്തിയിട്ട് ഒന്ന് DO അടിച്ച് ബോർഡർ കൊടുക്കുക. പഴയ ലൈനൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഈ ലൈന് ഫുട് പ്രിന്റ് ലൈനിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല, തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ പ്രപ്പോസ്ഡ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോർ മാർക്ക് ചെയ്യണം. ഇത് മാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഏത് ഒക്യുപ്പൻസി ആണെന്നുള്ളത് EDCRന് മനസ്സിലാവട്ടെ. ഇത് കൊമേഴ്ഷ്യൽ ആണ് എന്നുള്ളത് നമ്മൾ വേറെ കളർ കോഡ് കൊടുക്കാനുണ്ട്, അതിലേക്ക് ഞാൻ കിടക്കാം, പറഞ്ഞുതരാം. എന്തായാലും ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ലെയർ മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഫസ്റ്റ് ഫ്ലോർ കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ഫ്ലോർ മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത് തേർഡ് ഫ്ലോർ ആയിട്ട് കാണിച്ചിട്ടുള്ള ടെറസ് ഫ്ലോർ, അതിൽ സ്റ്റെയർ ക്യാബിൻ മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത ബിൽട്ടപ്പ് ഏരിയ എക്സിസ്റ്റിംഗ്, നമ്മുടെ എക്സിസ്റ്റിംഗ് റെസിഡൻസി വരുന്നുണ്ട്, അതിന്റെ ബിൽട്ടപ്പ് ഏരിയ ലൈൻ നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വരച്ചതിന് ലെയറൊന്നും മാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ സൈറ്റിൽ കൊണ്ടുവന്നിട്ട ലൈന് സെയിം തന്നെ കോപ്പി എടുക്കുക. അത് നിങ്ങൾ ആദ്യം ആ ലൈന് കോപ്പി എടുത്തിട്ടാണ് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ എറർ വരണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഫ്ലോർ ബോർഡർ കൊടുത്താൽ മതി, ബോർഡർ കൊടുക്കാം. ഇതിൽ കിച്ചൺ മാർക്ക് ചെയ്യാണ്ട് കിച്ചണിൽ ഞാൻ തൽക്കാലം ബോർഡർ കൊടുക്കണ്ട. ഓക്കെ, അതിനുശേഷം എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറും ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അടുത്തത് നമ്മളുടെ ഫ്ലോർ ഏരിയക്ക് വേണ്ടി ബിൽട്ടപ്പ് ഏരിയയിൽ നിന്ന് എത്ര ഭാഗം ഡിഡക്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ലൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ ഒരു വശമെങ്കിലും ഓപ്പൺ ആയിരിക്കുന്ന വരാന്തകൾ, പാസേജുകൾ, ബാൽക്കണികളൊക്കെയാണ് നമുക്ക് ഇത്തരത്തിൽ ഹാഫ് ഡിഡക്ഷനിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി പോൾ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അത് തന്നെ ഈ ബിൽട്ടപ്പ് ഏരിയ ലൈനും ഈ പറഞ്ഞ പാസേജിന്റെ ലൈനും കൂടി ഒന്ന് പുറത്തേക്ക് മൂവ് ചെയ്യാം കേട്ടോ. ഒരു 22 മീറ്റർ മാറ്റിയിട്ടിട്ടുണ്ട്. അതിനുശേഷം പാസേജിന് ബോർഡർ കൊടുക്കുകയാണ്. ബോർഡർ കൊടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് 22 മീറ്റർ മൂവ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഈ ലൈൻ ഒഴിവാക്കി, താഴെ ഉണ്ടായിരുന്നു നമ്മൾ ബോർഡർ കൊടുത്ത ലൈൻ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അതിനുശേഷം ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഡിഡക്ട് ചെയ്യേണ്ട ഏരിയ ഹാഫ് ഡിഡക്ഷനിലാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ലെയർ
കൃത്യമായി ആ ഏരിയയ്ക്ക് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ ചെയ്യട്ടെ. നമുക്ക് ഫുട് പ്രിന്റിന്റെ എറർ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈന് കോപ്പി എടുത്തിട്ടൊക്കെ ചെയ്ത് കാണിച്ചിരുന്നത് കേട്ടോ. ഒരു 40 മീറ്റർ മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബോർഡർ കൊടുക്കുകയാണ് ഞാൻ. കണ്ടോ, ഇവിടെ കണ്ടോ ഈ ഒരു വിഷയം. ഇത് നമ്മൾ വരച്ച് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു രീതിയിൽ വരച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഒഴിവാക്കി ബോർഡർ കൊടുക്കണം. അതിനുശേഷം 40 മീറ്റർ താഴേക്ക് മൂവ് ചെയ്തിട്ടാണ് ഇനി ഫസ്റ്റ് ഫ്ലോറിന്റെ ലെയർ മാച്ച് ചെയ്ത് കൊടുക്കട്ടോ. നമ്മുടെ ഡിഡക്ഷനിൽ ഹാഫ് ഡിഡക്ഷനിൽ പോയിട്ട് ഫസ്റ്റ് ഫ്ലോറിന്റെ ലെയർ മാച്ച് ചെയ്ത് കൊടുക്കുക. ബ്ലോക്ക് 1ന്റെ തന്നെ എടുക്കണം കേട്ടോ, ബ്ലോക്ക് ഒന്നും മാറി പോരുത്. ഓക്കെ, അടുത്ത സെക്കൻഡ് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോറും ഇതുപോലെ തന്നെയാണ്. പാസേജും ബിൽട്ടപ്പ് ലൈനും ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ഒരു 25 മീറ്ററിൽ മൂവ് ചെയ്യുന്നുണ്ട്. ബോർഡർ കൊടുക്കുമ്പോൾ ഈ ഒരു ലൈനിൻ്റെ ആവശ്യമില്ല കേട്ടോ. ശരിക്കും ഇത്രയും ഭാഗം നമുക്ക് കിട്ടിയാൽ മതി. ഇത് കയറി കിടക്കുന്നുണ്ടെങ്കിൽ, ടച്ച് ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ ബോർഡർ അതിനനുസരിച്ച് വരുള്ളൂ. ബോർഡർ കൊടുക്കാം. $25 മീറ്റർ തിരിച്ച് മൂവ് ചെയ്താൽ. ഓക്കെ, ഇനി സെക്കൻഡ് ഫ്ലോറിന്റെ ഈ പറഞ്ഞ ബ്ലോക്ക് 1ന്റെ ഡിഡക്ഷൻ, ഹാഫ് ഡിഡക്ഷൻ നമ്മൾ കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാം. തേർഡ് ഫ്ലോർ ആയിട്ട് കാണിച്ചിട്ടുള്ള സ്റ്റെയർ ക്യാബിൻ, ടെറസ് ഫ്ലോറിൽ നമുക്ക് ഡിഡക്ഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ ബിൽട്ടപ്പ് നേരത്തെ വരച്ച ലൈൻ തന്നെ അവിടെ കിടക്കട്ടെ. ഇത് ഇപ്പോഴൊക്കെ തേർഡ് ഫ്ലോർ ആയിട്ടാണ് റീഡ് ചെയ്യട്ടോ. നമുക്ക് ടെറസ് ഫ്ലോർ ആയിട്ട് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെയർ ക്യാബിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത എക്സിസ്റ്റിംഗ് ബിൽട്ടപ്പ് ഏരിയ. എക്സിസ്റ്റിംഗ് ബിൽട്ടപ്പ് ഏരിയ നമുക്ക് ഈ പറഞ്ഞ സൈറ്റ് പ്ലാനിൽ കാണിച്ച ലൈൻ തന്നെ വരണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഇവിടെ വരച്ചതിന് ശേഷം തന്നെയാണ് ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ മിസ്റ്റേക്ക് വരാതിരിക്കാൻ തിരിച്ച് ആ ലൈൻ തന്നെ ഞാൻ ഒന്നും കൂടി ഇവിടേക്ക് കോപ്പി ചെയ്തിടുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോർ ഞാനൊന്ന് ബോർഡർ കൊടുക്കുന്നുണ്ട്. അതുപോലെ കിച്ചൺ മാർക്ക് ചെയ്യാനുണ്ട്, കിച്ചണിന് ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ കവറേജിൻ്റെ ലൈനാണ് കോപ്പി ചെയ്തിട്ടുള്ളത് കേട്ടോ. കൺഫ്യൂഷൻ ആവേണ്ട, അതൊക്കെ നമ്മൾ ലെയർ മാച്ച് ചെയ്ത് കൊടുക്കും. എക്സിസ്റ്റിംഗ് ബിൽട്ടപ്പ് ഏരിയ ബ്ലോക്ക് 2ന്റെ ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, അടുത്ത് എക്സിസ്റ്റിംഗ് ബിൽട്ടപ്പ് ഏരിയ ബ്ലോക്ക് 2 ഫസ്റ്റ് ഫ്ലോർ. രണ്ടും മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള, അതായത് നമ്മൾ മാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ലേയേഴ്സ് ഏതൊക്കെ ഒക്യുപ്പൻസിൻ്റെതാണെന്നുള്ളത് EDCRന് മനസ്സിലാവണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പലരും A1 റെസിഡൻഷ്യലിൻ്റെ ഒക്കെ ഈ A1 എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ നമ്പർ കളർ കോഡാണ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് അപ്പാർട്ട്മെൻറ്റിനാണ്. നോർമലി സിംഗിൾ ഫാമിലി ഓർ ഡുവൽ ഫാമിലി ഒക്കെ ആണെങ്കിൽ 2 ഡ്വെല്ലിംഗ് യൂണിറ്റിൽ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ 25ാമത്തെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ആ എക്സിസ്റ്റിങ്ങിൻ്റെ ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. കളറ് കറക്റ്റ് ഉണ്ട്, 25ാം നമ്പർ കളറ് കാണിക്കുക. നമ്മുടെ കൊമേഴ്ഷ്യലിൻ്റെത് നമ്മൾ ഇവിടെ Fൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഉണ്ട് കൊമേഴ്ഷ്യൽ ഓർ പാർക്കിംഗ് പ്ലാസ, 8ാം നമ്പറാണ് കാണിക്കേണ്ടത്. ഒന്നുകിൽ അവിടുന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിൽട്ടപ്പ് ഏരിയ ലൈനും ബിൽട്ടപ്പ് ഏരിയ ഡിഡക്ഷൻ ലൈനും ഒക്കെ ഒന്ന് സെലക്ട് ചെയ്തതിനു ശേഷം എട്ടാമത്തെ നമ്പർ കാണിച്ചു കൊടുക്കട്ടെ.
കഴിഞ്ഞാൽ കിച്ചൺ മാർക്ക് ചെയ്യാനുള്ളത് ബ്ലോക്ക് 2 ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ബ്ലോക്ക് 2ന്റെ കിച്ചൺ. നമ്മൾ ആദ്യം കൂടെ റെക്ടാങ്കിൾ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മാച്ച് ചെയ്ത് കൊടുക്കുക. ടിപ്പിക്കൽ ഫ്ലോർസ് ഉള്ള സാഹചര്യത്തിൽ ഈ ഒരു ടെക്സ്റ്റൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇടാൻ കേട്ടോ. ഉള്ള സാഹചര്യത്തിൽ മാത്രമേ ചെയ്യാം. 2 ഫ്ലോറൊക്കെ ഒരുപോലെ വരുന്നുണ്ടെങ്കിൽ. അടുത്ത പാർക്കിംഗ് ഏരിയ ഇൻസൈഡ് ദ ബിൽഡിംഗ്. ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് വരുന്ന സാഹചര്യത്തിൽ ചെയ്യാനുള്ള ലെയറാണ്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ലിഫ്റ്റ് നമുക്കിതിൽ ആവശ്യമില്ല. അടുത്ത മെസനൈൻ ഫ്ലോർ നമുക്ക് വരുന്നില്ല. അടുത്ത ഫയർ എസ്കേപ്പ് സ്റ്റെയർ. ഫയർ എസ്കേപ്പ് സ്റ്റെയർ ശരിക്കും 2 നിലകളിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾക്ക് ഫയർ എസ്കേപ്പ് സ്റ്റെയർ വേണം. പക്ഷെ അതിൽ തന്നെ ആ ബിൽഡിങ്ങിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഗ്രൗണ്ട് ലെവലിന്റെ മുകളിലേക്ക് 2 ഫ്ലോറിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഫയർ എസ്കേപ്പ് സ്റ്റെയർ വേണമെന്ന് പറയുന്നുണ്ട്. നമുക്കിവിടെ 3 ഫ്ലോർ വരുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. 3 നിലകൾ വരെയുള്ള കെട്ടിടങ്ങൾക്ക് സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റെയർ ഫയർ സ്റ്റെയറിന്റെ വ്യവസ്ഥകൾ കൂടി പാലിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഫയർ സ്റ്റെയറിന് ചില വ്യവസ്ഥകളുണ്ട്. ഡയറക്റ്റ് ഗ്രൗണ്ട് ലെവലിലേക്ക് ആക്സസ് ആയിരിക്കണം, ഒരു വശം ഔട്ട്സൈഡ് വാളിനോട് ചേർന്നിരിക്കണം, ഒരു ഫ്ലൈറ്റിൽ 16 സ്റ്റെപ്പിൽ കൂടുതൽ വരാൻ പാടില്ല, ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആ വ്യവസ്ഥകൾ കൂടി പാലിക്കുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ഈ മെയിൻ സ്റ്റെയറിനെ കാണിച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ഇതിപ്പോൾ മാച്ച് ചെയ്ത് പോകുന്നില്ല, മെയിൻ സ്റ്റെയർ മാത്രം നമുക്ക് കണ്ട് വരച്ച് പോകട്ടെ. ഞാൻ 2 ലാൻഡിങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റെയർ ക്യാബിനെ കാണിക്കാൻ വേണ്ടി ആ റൂം ഒന്ന് വരയ്ക്കുന്നുണ്ട്. അടുത്ത 2 ലാൻഡിങ് ആയതുകൊണ്ട് 2ഉം ഞാൻ സെപ്പറേറ്റ് വരച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത ഓരോ സ്റ്റെപ്പുകളും ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ സ്റ്റെയർ ക്യാബിന് ലാൻഡിങ് അതുപോലെ ഈച്ച് സ്റ്റെപ്പ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ലെയർ ഒന്ന് മാച്ച് ചെയ്ത് പോകട്ടോ. ആദ്യം ബ്ലോക്ക് 1ന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ സ്റ്റെയർ ക്യാബിനാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ആ മുമ്പ് വരച്ച് വെച്ചിരിക്കുന്ന ലെയർ നമുക്കൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, മാച്ച് ചെയ്ത് മാർക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുൻപ് വരച്ച് വെച്ച ലൈനോട് മാറി വന്നിട്ടുണ്ട്. താഴെ ആയതുകൊണ്ടാണ് കാണാത്തത് കേട്ടോ. കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോ ഓർഡറിൽ പോയിട്ടൊക്കെ ഈ ലൈന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡ്രോ ഓർഡറിൽ പോയിട്ട് ബ്രിങ് ടു ഫ്രണ്ട് കൊടുത്താൽ ഫ്രണ്ടിലേക്ക് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി സ്റ്റെപ്പ് മാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ ലൈനായിരിക്കും ആദ്യം വരിക. ഞാനത് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെ ബാക്കിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താഴെ ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ലാൻഡിങ് ആണ്. ജനറൽ സ്റ്റെയർ 1ന്റെ ലാൻഡിങ്. ഇവിടെ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഇവിടെ ഫസ്റ്റ്
സ്റ്റെയർ ക്യാബിൻ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ജനറൽ സ്റ്റെയർ 2ന്റെ ക്യാബിൻ ഉണ്ട്, പിന്നെ 1ന്റെ ലാൻഡിങ്, സ്റ്റെയർ 2ന്റെ ലാൻഡിങ്, അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ രണ്ടും കൂടി മിക്സഡ് ആയിട്ട് ചെയ്യരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ലാൻഡിങ് ജനറൽ സ്റ്റെയർ 1ന്റെ ലാൻഡിങ് ഗ്രൗണ്ട് ഫ്ലോർ ബ്ലോക്ക് 1 കേട്ടോ, അതൊന്നും നോക്കാണ്ട്. ലാൻഡിങ് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓരോ സ്റ്റെപ്പുകളും ബ്ലോക്ക് 1ന്റെ ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് കരുതിയിരിക്കരുത്. ഒരു ടെക്സ്റ്റും കൂടി അവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. എൻ്റെ താഴെ തന്നെ പറയുന്നുണ്ട് ഫ്ലോർ ഹൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് അവിടെ ഒന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. ആ ടെക്സ്റ്റിനെ ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്റ്റെയർ ക്യാബിൻ്റെ ലെയർ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം വരച്ച മാച്ച് ചെയ്ത് കൊടുക്കുക. അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ മാച്ച് ചെയ്യുക. ഹൈറ്റ് എത്രയെന്ന് വെച്ചാൽ മാച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ടോപ്പിലേക്കാണ് ഒരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ എൻഡ് ചെയ്യുന്നത് വരെയുള്ള ഹൈറ്റാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 330 ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ. അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പം നമ്മൾ ചെയ്ത സെയിം സംഭവങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് എന്ത് ചെയ്യാം, കുറച്ച് ടെക്നിക്കലി ഐഡിയ ഉള്ളവർക്ക് ഇതേപോലൊക്കെ ചെയ്ത് പോകട്ടെ. സെലക്ട് സിമിലർ കൊടുക്കുക. അതിൻ്റെ താഴെ നമുക്ക് സ്റ്റെയർ ക്യാബിൻ ലൈൻ വരച്ചിട്ടുണ്ട്, അതൊന്ന് കോപ്പി എടുക്കുക. ടെക്സ്റ്റ് ഉണ്ട്, അത് കോപ്പി എടുക്കുക. നേരെ ഒരു കറക്റ്റ് ഒരു പോയിന്റ് പിക്ക് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വെക്കാം. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു സ്റ്റെപ്പ് കുറവുണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതിയിട്ട് കൊടുക്കട്ടോ. സ്റ്റെയർ ക്യാബിനിൽ വ്യത്യാസമുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഓരോന്നോരോന്ന് വരച്ചിടുമ്പോൾ അത്രയും സമയം പോകും. അപ്പോൾ ടെക്നിക്കലി കുറച്ച് ഐഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിലും ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാട്ടോ. ഞാൻ ഇന്ന് വളരെ സ്ലോ ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത് വീണ്ടും സ്ലോ ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കോപ്പി എടുത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെയർ നമ്മൾ സ്റ്റെയർ ക്യാബിനിൽ ബ്ലോക്ക് 1ൽ പോയിട്ട് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെയർ ഈ വരച്ച നമ്മൾ കോപ്പി ചെയ്തിട്ട് സ്റ്റെയറിന് മാച്ച് ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, മാറി വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഉണ്ടോ, ബ്ലോക്ക് 1 ഫ്ലോർ 1 സ്റ്റെയർ. അതേ ലെയറിൽ നമ്മൾ ടെക്സ്റ്റും ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ഹൈറ്റ് വരുന്നത് 3.15 ആണ്. സോറി, ഫ്ലോർ ഹൈറ്റ് വരുന്നത് 3.15 ആണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് ഫ്ലോർ ഹൈറ്റ് സ്ലാബ് ബോട്ടം 305 ആണ്. സ്ലാബിൻ്റെ ടോപ്പിലേക്കാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ 3.15 നമ്മൾ കാണിച്ചിട്ടുണ്ട്. അടുത്ത ലാൻഡിങ് ജനറൽ സ്റ്റെയർ 1ന്റെ ഗ്രൗണ്ട് ഫ്ലോർ ലാൻഡിങ്, സോറി ഫസ്റ്റ് ഫ്ലോർ ലാൻഡിങ് ആണ്. ബ്ലോക്ക് 1 തന്നെ സെലക്ട് ചെയ്യുക. മാറരുത് കേട്ടോ, ഞാൻ വീണ്ടും പറയുകയാണ്. അതൊക്കെ എല്ലാവർക്കും എനിക്ക് ഡ്രോയിങ് അയച്ചു തന്ന കുറേ പേർക്കുള്ള പ്രശ്നമാണ്. ഒറ്റ ബ്ലോക്കിൽ തന്നെ കൊണ്ടുപോയിട്ട് 1ഉം 2ഉം ബ്ലോക്കിന്റെ ലെയർ മാച്ച് ചെയ്യാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്തായാലും ലാൻഡിങ് മാച്ച് ചെയ്തിട്ടുണ്ട്, മാറി വന്നിട്ടും ചെക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത് ഈച്ച് സ്റ്റെപ്സ് ജനറൽ സ്റ്റെയർ 1ന്റെ ബ്ലോക്ക് 1ൽ ഫ്ലോർ 1. ഇത് മാച്ചായി വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പ വഴികളുണ്ട് കേട്ടോ. നമ്മൾ ഈ ലെയറിൽ മാച്ച് ചെയ്ത സംഭവം ഒരെണ്ണം സെലക്ട് ചെയ്ത് സെലക്ട് സിമിലർ കൊടുത്താൽ ആ ലെയറിലുള്ളത് മാത്രമേ അവിടെ കാണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വേറെ ലെയർ ആയതുകൊണ്ടാണ് അത് കാണിക്കാറ്. ഓക്കെ, ഇവിടെ മാറി വന്നിട്ടുണ്ടോ എന്ന് ഇവിടെ എങ്ങനെയും നോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇത് തന്നെ നമ്മൾ കോപ്പി എടുത്തിട്ട് സെയിം സെക്കൻഡ് ഫ്ലോറൊക്കെ അത് തന്നെ കൊണ്ടുവരണം. ഓക്കെ, ടെക്സ്റ്റും കോപ്പി ചെയ്യാനുണ്ട് കേട്ടോ, ടെക്സ്റ്റ് മറന്നില്ല. ഓക്കെ,
ഫ്ലോർ ഹൈറ്റ് സെയിം തന്നെയാണ്, ലെയർ മാത്രമേ മാറ്റി കൊടുക്കാനുള്ളൂ. അപ്പോൾ ബ്ലോക്ക് 1ന്റെ ഫ്ലോർ 2 സെലക്ട് ചെയ്യുക. സ്റ്റെയർ ക്യാബിൻ ലെയർ ഫ്ലോർ 2 ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ബ്ലോക്ക് 1ന്റെ ലാൻഡിങ് മാറി വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത് ബ്ലോക്ക് 1 ഫ്ലോർ 2ന്റെ ഈച്ച് സ്റ്റെപ്സ് ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം മാച്ച് ചെയ്യാതെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെക്ക് ചെയ്താൽ കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സ്റ്റെപ്പ് മാച്ച് ചെയ്ത് പോയത്. അപ്പോൾ ഞാനെല്ലാം മാച്ച് ചെയ്ത് കഴിഞ്ഞു, ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കത് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്ത് സെലക്ട് സിമിലർ കൊടുക്കാം. കണ്ടോ, ഒരെണ്ണം ഇവിടെ മാച്ച് ആയിട്ടില്ല ഈ ഒരു സ്റ്റെപ്പ്. അപ്പോൾ അതൊന്ന് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ടെക്സ്റ്റ് മാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. ഹൈറ്റ് മാർക്ക് ചെയ്തുള്ള ടെക്സ്റ്റ് ഈ സ്റ്റെയർ ക്യാബിൻ്റെ ലെയർക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ സ്റ്റെയറിൻ്റെ